നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ഹാർട്ട് ബ്ലോക്ക് ട്രീറ്റ്മെൻറ്റിനെ പറ്റിയാണ്. ഇന്ന് ഹാർട്ട് ബ്ലോക്ക് പലരിലും കണ്ടുവരുന്നുണ്ട്. കാരണം ഇന്നത്തെ നമ്മുടെ വ്യായാമക്കുറവും ആഹാര രീതിയും പലപ്പോഴും നമ്മളെ ഒരു ഹൃദ്രോഗിയാക്കി മാറ്റുന്നുണ്ട്. ഞാൻ 1998 ആദ്യമായിട്ട് ഹാർട്ട് ബ്ലോക്കിനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം പറയുവാണെങ്കിൽ എൻ്റെ സ്വന്തം പിതാവിന് ഹാർട്ട് അറ്റാക്ക് വന്നു. 3 വർഷങ്ങൾ അടുപ്പിച്ച് വന്നു. അതിനുശേഷം വളരെ വിഷമത്തിലേക്ക് അദ്ദേഹത്തിന് പോകേണ്ടി വന്നു. അതായത് ശ്വാസം എടുക്കാനും നടക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടായി. കാരണം അത് ലോ EFലേക്ക് എത്തിക്കും. പല പ്രാവശ്യം ഇതായി കഴിയുമ്പോഴത്തേക്കും EF കുറഞ്ഞു പോകുന്നു. ഇത് രണ്ടും കൂടി ആകുമ്പോഴത്തേക്കും വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ എൻ്റെ ഫാദറിനോട് ആലോചിച്ച് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം അന്നത്തെ ട്രീറ്റ്മെൻറ്റിൽ 3 മാസം കൊണ്ട് ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറി. പിന്നെ അദ്ദേഹത്തിൻ്റെ മരണം വരെ അദ്ദേഹത്തിന് യാതൊരുവിധ ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുകളില്ലായിരുന്നു. മരിക്കുന്ന അന്നും അദ്ദേഹത്തിൻ്റെ ഹൃദയം പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അവിടുത്തെ സ്ട്രോക്ക് വന്ന് ആണ് മരിക്കുന്ന ആ സമയത്തും കാർഡിയോളജിയിൽ അവിടെ തന്നെ ചെക്ക് ചെയ്തിരുന്നു. അവരിത് പറഞ്ഞ് ഹാർട്ട് പെർഫെക്റ്റ് ആണ്. അപ്പോൾ അത്രയ്ക്കും നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ്. ഹൃദയത്തിലെ രക്തക്കൊഴലുകളിൽ കൊഴുപ്പോ രക്തം കട്ട പിടിക്കുകയോ അല്ലെങ്കിൽ കാൽസ്യമോ അടിഞ്ഞുകൂടിയിട്ട് രക്തത്തിന് കടന്നു പോകാൻ പറ്റത്തില്ലാത്ത ഒരവസ്ഥയിലേക്ക് വരുന്നു. അതാണ് ആ പമ്പിങ് ചെയ്യുമ്പോൾ രക്തം കടന്നു പോകുന്നില്ല. കാരണം വളരെ ചെറിയൊരു സ്പേസേ ഉള്ളൂ. അല്ലെങ്കിൽ ചിലരുടെ കേസിൽ അത് പൂർണ്ണമായിട്ടും അടഞ്ഞു പോകുന്നു. ഒന്നിൽ കൂടുതൽ ബ്ലോക്കുകൾ കാണാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഹൃദയപേശികൾക്ക് ആവശ്യമായ രക്തം കിട്ടില്ല. ഹൃദയപേശികൾക്ക് ആവശ്യമായ രക്തം കിട്ടുന്നില്ല എങ്കിൽ എങ്ങനെ ഹൃദയം വർക്ക് ചെയ്യും? അപ്പോൾ അതാണ് ഹാർട്ട് അറ്റാക്കിലേക്ക് നമ്മളെ നയിക്കുന്നത്. അപ്പം ഈ രോഗത്തിന് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത് ഒരു 4 ആഴ്ച നമ്മൾ അഡ്മിറ്റ് ചെയ്യും. ഈ 4 ആഴ്ച ഉള്ളിൽ അവർക്ക് അവരുടെ വേദനകൾ, ചെസ്റ്റ് പെയിനൊക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും മാറും. അവരെ സംബന്ധിച്ചിടത്തോളം അനായാസം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് അവരെത്തുന്നുണ്ട്. ആ സമയം കൊണ്ട് തന്നെ ഒരു 4-5 കിലോമീറ്ററൊക്കെ ഒരു ദിവസം നടക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനും അവർക്ക് സാധിക്കും. മുന്നോട്ടും അവർക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. എല്ലാ കാര്യങ്ങളും പഴയതുപോലെ അവർക്ക് ചെയ്തു പോകാം. ഒരു 6 മാസം കഴിഞ്ഞ് അവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം ബ്ലോക്കുകളെല്ലാം ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അവർ മരുന്ന് നിർത്തിയാൽ മതി. നമ്മൾ 6 മാസമാണ് സാധാരണ ഗതിയിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് പറയുന്നത്. പക്ഷേ എക്സെപ്ഷണൽ കേസിൽ ചിലപ്പോൾ ശാലോണ്ട് കടന്നു പോയെന്ന് വരാം, അതില്ലെന്ന് പറയുന്നില്ല. പക്ഷേ അത് വളരെ അപൂർവമായിട്ട് സംഭവിക്കും. അപ്പോൾ ഇത്രയ്ക്കും നല്ല രീതിയിൽ ചികിത്സ ചെയ്തതിനെ ഭേദമാക്കി പിന്നെ അവർക്ക് മരുന്നിൻ്റെ ആവശ്യമില്ല. അതാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ആയുർവേദത്തിൻ്റെ അടിസ്ഥാനവും തന്നെയാണ്. അപ്പോൾ അവരെ രോഗമുക്തരാക്കിയാണ് ഇവിടുന്ന് പറഞ്ഞു വിടുന്നത്. അപ്പോൾ പിന്നീട് അവരുടെ ജീവിതകാലത്തിൽ അവർക്ക് സുഖമായിട്ട് പഴയതുപോലെ എല്ലാം ഭക്ഷണമായാലും എക്സർസൈസ് ആയാലും എല്ലാം പഴയതുപോലെ ചെയ്ത് ആസ്വദിച്ച് ജീവിക്കാവുന്നതാണ്. അതാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത.